ടോപ്പിക്കാണ് മൊബിലിറ്റി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയെക്കുറിച്ചും റിലാക്സേഷൻ ടൈമിനെക്കുറിച്ചും ഡ്രിഫ്റ്റ് വെലോസിറ്റി റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ, കറൻറ്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടേമാണ് മൊബിലിറ്റി. അപ്പോൾ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ. ഇതൊരു റേഷ്യോ ആണ്. ഏതിൻ്റെയൊക്കെ? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൊബിലിറ്റി എന്ന് പറയുന്നത്. മൊബിലിറ്റിയെ മ്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ. യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? മൊബിലിറ്റി എന്ന് പറയുന്നത്. മൊബിലിറ്റിയെ മ്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാമല്ലോ. എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈക്വൽ ടു മൈനസ് ഇ ടോ ബൈ എം ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് മൈനസ് ഇ ടോ ബൈ എം ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. മൈനസ് ഇ ടോ ബൈ എമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതെത്രയാണ്? ഇ ടോ ബൈ എം ഡിവൈഡഡ് ബൈ ഇയും ഇയും ക്യാൻസൽ ആയി പോകും. ബാക്കി എത്രയുണ്ട്? മ്യൂവിൻ്റെ വാല്യൂ ഇ ടോ ബൈ എം. അപ്പോൾ മൊബിലിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എങ്ങനെയാണ്? മൊബിലിറ്റി മ്യൂ ഈക്വൽ ടു ഇ ടോ ബൈ എം. അപ്പോൾ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? മ്യൂ ഈക്വൽ ടു ഇ ടോ ബൈ എം. ഇനി മൊബിലിറ്റി കണ്ടുപിടിക്കാനുള്ള മൊബിലിറ്റിയുടെ യൂണിറ്റ് ആണ് മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ്. മൊബിലിറ്റിയുടെ യൂണിറ്റ് ആണ് മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ്. പ്രാക്ടിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സെന്റിമീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് ആണ്. അപ്പോൾ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. അതിന് ഏത് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? മ്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? മൈനസ് ഇ ടോ ബൈ എം ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, അതിന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇ ടോ ബൈ എം. ഇനി മൊബിലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് ആണ്. നമുക്കിനി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ പൊട്ടൻഷ്യൽ വി ഈസ് അപ്ലൈഡ് അക്രോസ് എ കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ കീപ്പിംഗ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം. ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് ഹാഫ്. ഹൗ ഡസ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ചേഞ്ച്? അപ്പോൾ ഒരു എൽ ലെങ്ത് ഉള്ള കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് നമ്മളൊരു വി പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എൽ ലെങ്തുള്ള കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ അതിലുള്ള ഇലക്ട്രോൺസിന് അക്കയറുന്ന വെലോസിറ്റിക്ക് നമ്മളൊരു പേര് പഠിച്ചു. ഏത് വെലോസിറ്റിയാണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. പിന്നെന്താ പറഞ്ഞത്? കീപ്പിംഗ് ദ പൊട്ടൻഷ്യൽ സെയിം. പൊട്ടൻഷ്യലിൽ നമ്മൾ മാറ്റമൊന്നും വരുത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് ഹാഫ്ഡ്. അപ്പം പൊട്ടൻഷ്യൽ സെയിം ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടക്ടറുടെ ലെങ്ത് എന്ന് പറയുന്നത് ഹാഫ് ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസിന് എന്ത് ചേഞ്ച് വരും? വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് മീൻസ് ഇവിടെ ഇലക്ട്രോൺസിന് കിട്ടുന്ന വെലോസിറ്റി ഏതാണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. എന്താണ്? വി ഡി ഈക്വൽ ടു മൈനസ് ഇ ടോ ബൈ എം ആണല്ലോ. വി ഡി ഈക്വൽ ടു മൈനസ് ഇ ടോ ബൈ എം. നമ്മളിവിടെ ഇക്വേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നു. ഇ ടോ ബൈ എം ആണല്ലോ. ഇനി ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും തമ്മിലുള്ള റിലേഷൻ ഉണ്ടല്ലോ. ഇ ഈക്വൽ ടു വി ബൈ എൽ. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഇ ഈക്വൽ ടു വി ബൈ എൽ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഇ ഇൻറ്റു വി ടോ ഡിവൈഡഡ് ബൈ എം എൽ. ഇനി എന്താ ക്വസ്റ്റ്യന് ബാക്കി പറഞ്ഞേക്കുന്നത്? കീപ്പിംഗ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം, അതായത് വി സെയിം ആണ്. ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് ഹാഫ്ഡ്. എൽ ലെങ്ത് ഉള്ളതിനെ എത്രയാക്കി മാറ്റുന്നു? എൽ ബൈ 2 ആക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്.
അപ്പോൾ L/2 ആകുമ്പോഴത്തേക്കും ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? VD ഈക്വൽ ടു EV ടോ ഡിവൈഡഡ് ബൈ M ഇൻറ്റു L/2. 2 അങ്ങ് മുകളിൽ പോകത്തില്ല. അപ്പോൾ 2 ഇൻറ്റു EV ടോ ഡിവൈഡഡ് ബൈ ML. EV ടോ ബൈ ML എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലയോ? അപ്പോൾ പുതിയ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമുക്ക് V'(D) എന്ന് കൊടുക്കാം. അപ്പോൾ 2 ഇൻറ്റു VD. അപ്പോൾ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എത്ര മടങ്ങായിട്ട് കൂടും? ഒറിജിനലിൻ്റെ എത്ര മടങ്ങ്? 2 മടങ്ങായിട്ട് കൂടും. എപ്പോൾ? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഹാഫ് ആക്കുകയാണെങ്കിൽ പുതിയ വെലോസിറ്റി അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടോയ്സ് ദ ഒറിജിനൽ വാല്യൂ ആയിരിക്കും. ഇപ്പോൾ പ്രോബ്ലം ഒന്നുകൂടെ പറയാം. എന്താണ്? ഒരു കണ്ടക്ടർ എ പൊട്ടൻഷ്യൽ V ഈസ് അപ്ലൈഡ് അക്രോസ് എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ഇലക്ട്രോൺസിന് കിട്ടുന്ന വെലോസിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് VD ഈക്വൽ ടു മൈനസ് EE ടോ ബൈ M. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ EE ടോ ബൈ M ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസും ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും തമ്മിലുള്ള റിലേഷനാണ് E ഈക്വൽ ടു V/L. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും? EV ടോ ഡിവൈഡ് ബൈ ML എന്ന് കിട്ടും. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആക്കി ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്താക്കുന്നു? L/2 ആക്കിയാൽ ഇക്വേഷൻ എങ്ങനെ വരും? EV ടോ ഡിവൈഡ് ബൈ M ഇൻറ്റു L/2 അല്ലെങ്കിൽ 2 ഇൻറ്റു EV ടോ ബൈ ML. EV ടോ ബൈ ML എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒറിജിനൽ വാല്യൂ. അപ്പോൾ അതിലെ ഫസ്റ്റ് വാല്യൂ എത്രയാണ്? VD. അപ്പോൾ പുതിയ വെലോസിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ വെലോസിറ്റിയുടെ ഇനിഷ്യൽ വെലോസിറ്റിയുടെ എന്തായിരിക്കും? 2 മടങ്ങായിരിക്കും. ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ എന്തായിരുന്നു ഓംസ് ലോ എന്ന് പറഞ്ഞാൽ? ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് flowing through the conductor. അല്ലേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്താണ്? V പ്രൊപ്പോർഷണൽ ടു I ആയിരിക്കും, അല്ലെങ്കിൽ V ഈക്വൽ ടു IR ആണ്. ഇതാണ് ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. കണ്ടീഷൻ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. At constant temperature, the potential difference across a conductor is directly proportional to the current flowing through the conductor. Almost എല്ലാ മെറ്റീരിയൽസും ഓംസ് ലോ ഒബേ ചെയ്യുമെങ്കിലും ഓംസ് ലോയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ചില ഡിവൈസസും നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഓംസ് ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ VI ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നത്? VI ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെ വരും? VI ഗ്രാഫ് എന്ന് പറയുന്നത് V പ്രൊപ്പോർഷണൽ ടു I ആണ്. അപ്പോൾ ഇതെന്താ വരുന്നത്? നമുക്ക് ഗ്രാഫ് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. അതായത് V പ്രൊപ്പോർഷണൽ ടു I ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കറക്റ്റ് ഓംസ് ലോ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് ഓംസ് ലോ ഒബേ ചെയ്യുന്നത് എല്ലാം എന്താണ്? മെറ്റൽസ് എല്ലാം നല്ല രീതിയിൽ എന്ത് ഒബേ ചെയ്യും? ഓംസ് ലോ ഒബേ ചെയ്യും. ഗുഡ് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എന്തായിരിക്കും? നമുക്ക് ഏത് ബിഹേവിയർ തന്നെ? നമ്മുടെ ലീനിയർ ബിഹേവിയർ തന്നെയായിരിക്കും കാണിക്കുന്നത്. ഗുഡ് കണ്ടക്ടേഴ്സിൻ്റെ കേസ് ഐഡിയൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഗുഡ് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഗ്രാഫ് എങ്ങനെ തന്നെ കിട്ടും? ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് വരുന്നത്. അതായത് V പ്രൊപ്പോർഷണൽ ടു I ഗ്രാഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒബേ ചെയ്യും. ഇനി ഈ ഓംസ് ലോ ഒബേ ചെയ്യാത്ത ഡിവൈസുകൾ നമ്മൾ പറയുന്ന പേരാണ് നോൺ ഓമിക് ഡിവൈസസ് എന്ന് പറയും. എന്താണ്? നോൺ ഓമിക് ഡിവൈസസ്. ഓംസ് ലോ ഒബേ ചെയ്യാത്ത ഡിവൈസുകളെ പറയുന്ന പേരാണ് നോൺ ഓമിക് ഡിവൈസസ്. അപ്പം നോൺ ഓമിക് ഡിവൈസസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിലാദ്യം വരുന്നതാണ് ഡയോഡ്. നമ്മൾ ഇലക്ട്രോണിക്സ് സർക്യൂട്ടിൽ ധാരാളമായി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഡയോഡ്. നമുക്കിനി ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ അതായത് സെമി കണ്ടക്ടേഴ്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഡയോഡിനെ കുറിച്ചും അതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഡയോഡ് എങ്ങനെയാണ് ഓംസ് ലോ ഡീവിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഡയോഡിൻ്റെ കേസിൽ നമ്മൾ VI ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതായത് V പ്രൊപ്പോർഷണൽ ടു I ഗ്രാഫ്, ഡയോഡിനെ നമുക്ക് ഫോർവേഡ് ബയാസിങ്ങിലും റിവേഴ്സ് ബയാസിങ്ങിലും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിൽ നമ്മളൊരു ഡയോഡിനെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു മില്ലി ആംപിയർ റേഞ്ചിലായിരിക്കും. അപ്പോൾ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത്
നമുക്ക് ഈ ഓൾമോസ്റ്റ് ലീനിയർ ബിഹേവിയർ കാണിക്കുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് 0.2 ആണെന്നിരിക്കട്ടെ. അതായത് 0.2 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 1.5 മില്ലി ആംപിയർ കറണ്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അതായത് ഒരു ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസിങ്ങിൽ ഡയോഡിനെ കണക്ട് ചെയ്യും. ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും ഒക്കെ 10ാം ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചതാണ്. അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിൽ ഒരു ഡയോഡിനെ കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവിനോടും നെഗറ്റീവിനോടും കണക്ട് ചെയ്യുന്ന ബയാസിംഗ് ആണ്. അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിൽ ഒരു ഡയോഡിനെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു 0.2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും? ഏകദേശം ഒരു കാര്യം പറയണം, 1.5 മില്ലി ആംപിയർ കറണ്ട് കിട്ടും. ഇനി ഇതേ ഡയോഡിനെ തന്നെ നമ്മൾ റിവേഴ്സ് ബയാസിങ്ങിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വി ഐ ഗ്രാഫ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് നെഗറ്റീവ് ഡയറക്ഷൻ, അപ്പോൾ വോൾട്ടേജിൻ്റെ വാല്യൂ എന്തായി? നെഗറ്റീവായി. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് -0.2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടാണ്. അപ്പോൾ റിവേഴ്സ് ബയാസിങ്ങിൽ ഡയോഡിനെ കണക്ട് ചെയ്തപ്പോഴത്തേക്കും ഈ 0.2 എങ്ങോട്ടേക്ക് മാറി? -0.2 മാറി. അതായത് വോൾട്ടേജിൻ്റെ സൈൻ മാറി, നെഗറ്റീവ് സൈനായി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കറണ്ട് കിട്ടുന്നത് ഏത് റേഞ്ചിലാണ്? മൈക്രോ ആംപിയർ റേഞ്ചിലാണ്. എന്നാൽ ഇതേ 0.2 വോൾട്ടിന് തന്നെ ഫോർവേഡ് ബയാസിങ്ങിൽ കണക്ട് ചെയ്തപ്പോൾ കിട്ടിയതോ മില്ലി ആംപിയർ റേഞ്ചിൽ. അതായത് +0.2 മില്ലി ആംപിയർ റേഞ്ചിലും -0.2 മൈക്രോ ആംപിയർ റേഞ്ചിലുമാണ് വാല്യൂ കിട്ടിയത്. അതായത് ജസ്റ്റ് വോൾട്ടേജിൻ്റെ സൈൻ മാറിയപ്പോഴേക്കും നമുക്ക് കറണ്ടിൻ്റെ വാല്യൂയിൽ വലിയ വേരിയേഷൻ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് V പ്രപ്പോർഷണൽ ടു I ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഡയോഡിൻ്റെ കേസിൽ വോൾട്ടേജിൻ്റെ സൈൻ അനുസരിച്ച് കറണ്ടിൻ്റെ വാല്യൂ മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ എന്തല്ല? V നോട്ട് പ്രപ്പോർഷണൽ ടു I അല്ലേ? V നോട്ട് പ്രപ്പോർഷണൽ ടു I ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റില്ല? ഡയോഡ് ഓംസ് ലോ ഒബേ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡയോഡിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? വോൾട്ടേജിൻ്റെ സൈനിനെ ഏത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കറണ്ടിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ കറണ്ട് മില്ലി ആംപിയർ റേഞ്ചിലും, വോൾട്ടേജ് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ കറണ്ട് മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും. അതായത് ഇവിടെ V എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വോൾട്ടേജ് എന്ന് പറയുന്നത് നോട്ട് പ്രപ്പോർഷണൽ ടു കറണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഡയോഡ് എന്ന് പറയുന്നത് ഓംസ് ലോ ഒബേ ചെയ്യില്ല, അല്ലെങ്കിൽ അതൊരു നോൺ ഓമിക് ഡിവൈസ് ആണെന്ന് പറയാം. ഇനി അടുത്തത് ഓംസ് ലോ ഒബേ ചെയ്യാത്ത അടുത്ത ഒരു മെറ്റീരിയലിൻ്റെ പേരാണ് ഗാലിയം ആഴ്സനൈഡ്. ഗാലിയം ആഴ്സനൈഡിൻ്റെ കേസിലെ വി ഐ ഗ്രാഫ് ആണ് ഈ വരച്ചേക്കുന്നത്. ഗാലിയം ആഴ്സനൈഡിൻ്റെ കേസിലെ വി ഐ ഗ്രാഫ് അവിടെ നോക്കിയാൽ വി ഐ ഗ്രാഫിൻ്റെ ഫസ്റ്റ് പോർഷൻ നോക്കിയാൽ ഇവിടം തൊട്ട് ഇവിടം വരെ V പ്രപ്പോർഷണൽ ടു I ആണ് അല്ലേ? അതായത് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. പിന്നാണ് ഈ പോർഷൻ തൊട്ട് ഈ പോർഷൻ വരെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലീനിയർ ബിഹേവിയർ എന്ത് ചെയ്യുന്നു? കുറേശ്ശെ മാറി വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഏത് റീജിയൻ എന്ന് പറയുന്നത്? നോൺ ലീനിയർ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ലീനിയർ ബിഹേവിയർ ആണ്. അതായത് V പ്രപ്പോർഷണൽ ടു I ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്തോറും ഇതിൻ്റെ ലീനിയർ ബിഹേവിയർ മാറി വരും. അപ്പോൾ ഈ റീജിയനെ പറയുന്ന പേരാണ് നോൺ ലീനിയർ റീജിയൻ. ഇനി ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? വോൾട്ടേജ് കൂടുന്ന അനുസരിച്ച് കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പം നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്ന റീജിയനാണ് ഇതെന്ന് പറയുന്നത്. പിന്നീട് വോൾട്ടേജും കറണ്ടും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് പോകുന്നു. വോൾട്ടേജിനനുസരിച്ച് കറണ്ടും ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരു ഗാലിയം ആഴ്സനൈഡിൻ്റെ കേസിൽ നമ്മൾ വി ഐ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ആദ്യത്തെ കുറച്ച് പോർഷൻ അത് ലീനിയർ ബിഹേവിയർ ആയിരിക്കും. പിന്നീട് കുറച്ച് പോർഷൻ അത് എന്തായിരിക്കും? നോൺ ലീനിയർ ബിഹേവിയർ. അതായത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. പിന്നീടുള്ള റീജിയനിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ടിൻ്റെ വാല്യൂ കുറയും. അപ്പം നമുക്ക് കിട്ടുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഈ റീജിയനെ പറയുന്ന പേരാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയും. ഇനി ഇവിടെ ഓംസ് ലോ ഒബേ ചെയ്യില്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇതൊരു പർട്ടിക്കുലർ മില്ലി ആംപിയർ റേഞ്ചിലുള്ള കറണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ 0.2 മില്ലി ആംപിയർ ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ നോക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് കിട്ടും, ഇവിടെ ഒരു വോൾട്ടേജ് കിട്ടും, ഇവിടെ ഒരു വോൾട്ടേജ് കിട്ടും അല്ലേ. 0.2 കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വോൾട്ടേജ് വരും? 3 വോൾട്ടേജ്. ഇത് ഒരു കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വോൾട്ടേജ് വരുന്നു? 3 വോൾട്ടേജ് വരുന്നു. അപ്പോൾ 3 വോൾട്ടേജ് ഒരു കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നാൽ നമുക്ക് I പ്രൊപ്പോർഷണൽ ടു V എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് വരുന്നത്. ആ കേസാണ് എവിടെ വരുന്നത്? ഗാലിയം ആർസനൈഡിന്റെ കേസിൽ വരുന്നത്. അപ്പം നമുക്ക് അവിടെ V പ്രൊപ്പോർഷണൽ ടു I ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഏത് ലോ ഒബേ ചെയ്യുന്നില്ല എന്ന് പറയാൻ നമുക്ക്? ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല എന്ന് പറയാം. ഡയോഡിന്റെ കേസിൽ ഓംസ് ലോ ഒബേ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? അവിടെ എന്ന് പറഞ്ഞാൽ VI ഗ്രാഫ് VI ഗ്രാഫിലെ കറണ്ടിന്റെ വാല്യൂ വോൾട്ടേജിന്റെ സൈനിനനുസരിച്ച് മാറുന്നു. അതായത് സെയിം വോൾട്ടേജിന് 0.2 എന്ന് പറഞ്ഞ വോൾട്ടേജ് -0.2 ആയപ്പോഴേക്ക് അതിന്റെ വാല്യൂ മില്ലി ആംപിയർ റേഞ്ചിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറി? മൈക്രോ ആംപിയർ റേഞ്ചിലേക്ക് മാറി. ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ്? ഒരു കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ VI ഗ്രാഫിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് വരുന്നു. അപ്പോഴും നമുക്ക് V പ്രൊപ്പോർഷണൽ ടു I ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയും നമുക്ക് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് ഫ്ലോയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഗുഡ് കണ്ടക്ടേഴ്സ് എല്ലാം ഏത് ഓംസ് ലോ നല്ല രീതിയിൽ ഒബേ ചെയ്യുന്നുണ്ട്. എന്നാൽ ഓംസ് ലോ ഒബേ ചെയ്യാത്ത ഡിവൈസുകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്. ഡയോഡിന്റെ കേസിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വോൾട്ടേജിന്റെ സൈൻ മാറുന്നതനുസരിച്ച് കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യും? മില്ലി ആംപിയർ റേഞ്ചിൽ നിന്ന് മൈക്രോ ആംപിയർ റേഞ്ചിൽ വളരെ വലിയ ഡീവിയേഷൻ. അപ്പോൾ അവിടെയും നമുക്ക് V പ്രൊപ്പോർഷണൽ ടു I ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡയോഡ് എന്ന് പറഞ്ഞ ഒരു നോണോമിക് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഓംസ് ലോ ഒബേ ചെയ്യാത്ത ഡിവൈസ് ആണെങ്കിലും ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? ഡയോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗാലിയം ആർസനൈഡ്. അതിന്റെ കേസിൽ നമ്മൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് റീജിയനിലൊക്കെ അത് ഓംസ് ലോ ഒബേ ചെയ്യും, പിന്നീട് അതിന്റെ സ്ട്രെയിറ്റ് ലൈൻ ബിഹേവിയർ ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു നോൺ ലീനിയർ റീജിയൻ വരും, പിന്നീട് അതിന്റെ വാല്യൂ കുറഞ്ഞു വരും, അതായത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആയി മാറും. അല്ലെങ്കിൽ ഒരു കറണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല? V പ്രൊപ്പോർഷണൽ ടു I ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതും എന്താണ്? ഓംസ് ലോ ഒബേ ചെയ്യില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് മൊബിലിറ്റി എന്ന് പഠിച്ചു. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. അതിനെ നമ്മൾ ഏത് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ്. പിന്നെ ഓംസ് ലോയുടെ ലിമിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൃത്തിയായിട്ട് പഠിച്ചോണം.